നമസ്കാരം, ഞാൻ ഡോക്ടർ മേഘ മധു, കൺസൾട്ടന്റ് ENT സർജൻ. നമ്മുടെ OPD-യിൽ ചില പേഷ്യൻസ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചില സൗണ്ടുകൾ ചെവിയിൽ കേൾക്കുന്നതായിട്ട് പറയാറുണ്ട്. ചിലർക്ക് അത് ഒരു ഇടിപ്പിന്റെ സൗണ്ട് ആയിരിക്കും, ഹൃദയമിടിപ്പ് പോലെ തോന്നുന്ന രീതിയിലുള്ള സൗണ്ട് ആയിരിക്കാം. ചിലർക്ക് അത് കടലിന്റെ സൗണ്ട് ആയിരിക്കാം. ചിലർക്ക് മണി അടിക്കുന്ന പോലത്തെ സൗണ്ട് ആയിരിക്കാം. ചിലർക്ക് ഇൻസെക്ട്സ് കരയുന്ന പോലത്തെ സൗണ്ട് ആയിരിക്കാം. ഇത്തരം ബുദ്ധിമുട്ടുകൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. എന്താണ് ഈ ബുദ്ധിമുട്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് ചെവിയിൽ മൂളൽ അല്ലെങ്കിൽ ടിനിറ്റസ് എന്ന് പറയുന്ന രോഗലക്ഷണം. ഇതുണ്ടാവുന്നത് ചെവിയിൽ വളരെ കാലമായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന വാക്സ് കാരണം ചെവിയിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയും അതുവഴി ഈ ബുദ്ധിമുട്ടുണ്ടാവാം. ചില കേസസിൽ ഞരമ്പിന്റെ ഡാമേജ്, ചെവിയിലെ കേൾവിയുടെ ഞരമ്പിന്റെ ഡാമേജ് കാരണം ഈ ബുദ്ധിമുട്ട് ഉണ്ടാവാം. അതായത് വളരെ കാലമായിട്ട് ലൗഡ് സൗണ്ട് കേൾക്കുന്നത് വഴി ചെവിക്ക് ഉണ്ടാവുന്ന ഡാമേജ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവുന്ന സഡൻ ലൗഡ് സൗണ്ട്സ് കാരണം ഞരമ്പ് ഡാമേജ് ആവുകയും അതിൽ നിന്ന് ഈ ടിനിറ്റസ് അല്ലെങ്കിൽ മൂളൽ ഉണ്ടാവാം. ചെവിയിലുണ്ടാവുന്ന ചില ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ടും അപൂർവമായിട്ട് ചെവിയുടെ ഞരമ്പിന്റെ ചില ട്യൂമർ കൊണ്ടും ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതാണ്. സോ ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ചെവിയുടെ കേൾവി പരിശോധനയാണ്. അതായത് ഓഡിയോളജിക്കൽ അസസ്മെന്റും അതോടനുബന്ധിച്ച് ചില ടെസ്റ്റുകളുമാണ്. ചില കേസസിൽ MRI സ്കാൻ ഓഫ് ദ ബ്രെയിൻ കൂടെ വേണ്ടി വന്നേക്കാം. ട്രീറ്റ്മെന്റ് എന്ന് പറയാല് എന്താണോ ഈ ഇഷ്യൂ ഉണ്ടാക്കുന്നത് അത് പരിഹരിക്കും. അതായത് വാക്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുകയും ഞരമ്പിന്റെ പ്രശ്നങ്ങൾക്ക് ഞരമ്പിന് ശക്തി വെക്കുന്ന മരുന്നുകൾ കൊടുക്കുകയും കേൾവി തകരാറുള്ളപ്പോൾ നമ്മൾ കേൾവിയുടെ മെഷീൻ കൊടുക്കുകയും അതുവഴി ടിനിറ്റസ് പരിഹരിക്കാവുന്നതാണ്. ഓൾസോ ടിനിറ്റസ് റീട്രെയിനിങ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിലൂടെ ഇത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്.